രാജശ്രീ ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഏത്തപ്പഴ പപ്സാണ്. ഓവനില്ലാതെ വളരെ ടേസ്റ്റിയായ പപ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടാലോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴം പപ്സ് തയ്യാറാക്കാനായി ഞാൻ 200 ഗ്രാം മൈദ മാവാണ് എടുക്കുന്നത്. അതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 3 സ്പൂൺ നെയ്യ്, 1 നുള്ളു ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് കൈകൊണ്ട് നന്നായി യോജിപ്പിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായി ലേശം എണ്ണ പുരട്ടി 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 2.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂ നട്ട്സ് മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. ആദ്യം കാഷ്യൂ നട്ട്സ് ഇടാം. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായി നിറം മാറി വരുമ്പോൾ തേങ്ങ കൂടെ അതിലേക്ക് ചേർക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കണം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി 200 ഗ്രാം പഞ്ചസാര ചേർക്കാം. എല്ലാം ഒന്ന് മിക്സായ ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പപ്സിൻ്റെ മാവ് നമുക്ക് ഒന്നുകൂടെ സോഫ്റ്റാക്കി എടുക്കാം. ചപ്പാത്തിക്കഴി കൊണ്ട് ഒന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇതിൻ്റെ പുറത്ത് നെയ്യ് പുരട്ടിയ ശേഷം നമുക്കിത് 3 ഉരുളകളാക്കി മുറിച്ചെടുക്കാം. ഒന്നുകൂടെ മാവ് ഉരുട്ടിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാം. കുറച്ച് എണ്ണ പുരട്ടി അതിന് പുറത്ത് മാവ് തേച്ച ശേഷം നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. നന്നായിട്ട് വലുതായി പരത്തിയെടുക്കണം. പപ്സിൻ്റെ ഷീറ്റ് തയ്യാറാക്കാനുള്ളതുകൊണ്ട് വലുതായി തന്നെ നിരത്തിയെടുക്കണം. മാറ്റിയിടാം. ഇതിൻ്റെ പുറത്ത് നെയ്യും പുരട്ടി ലേശം മാവും ഇട്ട ശേഷം അതിൻ്റെ മുകളിലായി ഈ ഷീറ്റ് ഇട്ട് കൊടുക്കാം.
നെയ്യ് പുരട്ടി ലേശം മാവ് തൂവിയ ശേഷം അതിൻ്റെ മുകളിലായി ഇടാം. 3 ഷീറ്റും കൂടെ ഒന്നുകൂടെ നമുക്ക് നിരത്തിയെടുക്കാം. ശേഷം നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടായി നീളത്തിൽ മുറിച്ചിട്ട് ചെറിയ ഷീറ്റുകളാക്കി എടുക്കാം. എട്ട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വറുത്ത് വെച്ച തേങ്ങയുടെ കൂട്ടും നേരത്തെ പുഴുങ്ങി വെച്ച് പീസുകളാക്കി വെച്ചിട്ടുള്ള ഏത്തപ്പഴവും കൂടെ നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് പൊതിഞ്ഞെടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പൊതിഞ്ഞെടുക്കാം. ബാക്കി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ പുറത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള പാനാണ്. ഇതിലേക്ക് പപ്സിൻ്റെ പുറത്ത് നെയ്യ് നന്നായി തേച്ച് കൊടുക്കണം. ചൂടായ ഈ പാനിലേക്ക് നെയ്യ് തേച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതാണിത്. ഓരോ പപ്സായി വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഇപ്പോൾ ലോയിലാക്കിയിട്ടുണ്ട്. നോക്കാം. ഒരു സൈഡ് മറച്ച് വെച്ച് കൊടുക്കാം. അധികം ചൂടില്ല, അതുകൊണ്ടാണ് കൈകൊണ്ട് മറച്ച് വയ്ക്കുന്നത്. മുകളിലായി നെയ്യ് തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തതാണ്. അടച്ച് വയ്ക്കാം. ഇനി മുകളിലായിട്ട് മുട്ടയുടെ വെള്ളയാണ് തേച്ച് കൊടുക്കുന്നത്. 2 പ്രാവശ്യം മുട്ടയുടെ വെള്ളയും 2 പ്രാവശ്യം നെയ്യും മുകളിലായി തേച്ച് കൊടുക്കണം. തിരിച്ചും മറിച്ചും വെച്ച് ഇനി അടച്ചു വയ്ക്കാം. പപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. പപ്സ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.